ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ചാനലിൻ്റെ പേര് ഷാഡോ ഗെയിമിംഗ് എന്നാണ്. അപ്പോൾ ഞാൻ ഇതിലിങ്ങനെ മൈൻക്രാഫ്റ്റ് പോലത്തുള്ള ഗെയിംസും മൊബൈൽ ഗെയിംസൊക്കെയാണ് കളിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ വിടണ്ട. നമുക്ക് നേരെ ഗെയിമിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഒട്ടും സമയം വെക്കണം. നമുക്ക് എല്ലാ ബ്ലോക്സും, നമുക്ക് ആവശ്യമുള്ള എല്ലാ വുഡ് കളക്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാം ഗൈസ്. അപ്പൊ ഗൈസ്, ആ കണ്ട കേവിൽ ഇറങ്ങി അവിടെ ഉണ്ടായ കോപ്പറും കുറച്ച് കോബിൾ സ്റ്റോണൊക്കെ എടുത്ത് ക്രാഫ്റ്റിന്റെ കൂടെ വെച്ച് അവിടെ നിന്ന് തന്നെ പിക്കാക്സും ഉണ്ടാക്കി, ആക്സ് ഉണ്ടാക്കിയിട്ട് വലിയ ഉപകാരം ഉണ്ടായില്ല. ക്രാഫ്റ്റിന്റെ കൂടെ പൊട്ടിക്കാൻ മാത്രമേ ഉപകാരം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് ലൈഫ് പറഞ്ഞാൽ എടുക്കാൻ പറ്റിയില്ല. ആ ക്ലിപ്പ് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോയി. അപ്പം എനിക്ക് എക്സ്ട്രാ വോയിസ് ഇട്ട് പറയണേ. ഓക്കെ, അപ്പോൾ നമുക്കിനി വേണ്ടത് ഒരു പ്ലെയിൻസ് ബയോമാണ്. ഓക്കെ, അതിൻ്റെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഫ്രണ്ടിലായിട്ടൊരു ജംഗിൾ കണ്ടു ഗൈസ്. ജംഗിൾ ഗൈസ്, ഇനി നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് ബാമ്പു അവിടെ നിന്ന് കിട്ടി, ജംഗിളൊക്കെ അവിടെ നിന്ന് കിട്ടി. നമുക്കൊന്നും അത്യാവശ്യമില്ല. നമുക്ക് അവിടെ വെക്കാൻ പറ്റില്ല, അവിടെ വെച്ച് ബോറാവും. അപ്പോൾ ഞാൻ പ്ലെയിൻസ് തപ്പുകയാണ് ഗൈസ്. പ്ലെയിൻസ് കിട്ടിയാൽ അവിടെ നല്ല ഒഴിഞ്ഞ സ്ഥലമാകുമ്പോൾ വീടൊക്കെ വെക്കാൻ നല്ല ബേസൊക്കെ നല്ല പറ്റിയ സ്ഥലമായിരിക്കും. അതാണ് എൻ്റെ ഒരു പ്ലാൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പ്ലാൻ ചെയ്യണത് ഗൈസ്. അപ്പം ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങളെ അറിയിക്കാം, പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ അറിയിക്കുക ഗൈസ്. അപ്പോൾ പ്ലെയിൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ചടപടയ്ക്ക് ഓടി പോവാണ്. ഞാൻ നല്ലൊരു ബേസ് കിട്ടുന്നവരെ ഞാനിപ്പോൾ സ്പീഡാക്കേണ്ടത്. നിങ്ങളെ ലാഗ് അടിപ്പിക്കേണ്ട, വെറുതെ നടക്കണ മാത്രമേ നിങ്ങൾ കണ്ടിട്ടൊന്നും ഉണ്ടാവുന്നുള്ളൂ. ലാഗ് അടിപ്പിക്കേണ്ടെന്നില്ല, സ്പീഡ് കൂട്ടി പോവാണ്. ചെറുതാന്ന് നമുക്ക് പോവാം. ഞാൻ ഈ മേളിലാണ്, അവിടെ നല്ല സ്ഥലമാണ് ഗൈസ്. അവിടെ നമുക്ക് വീട് വെക്കുകയാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങോട്ട് എത്തട്ടെ. കുറേ കോപ്പർ ഉണ്ട് ഗൈസ്. ഈ കോപ്പറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫുൾ കോപ്പർ ആർമർ സെറ്റാക്കാം. ഫസ്റ്റത്തെ എപ്പിസോഡിൽ തന്നെ കോപ്പർ ആർമർ അത്യാവശ്യം നല്ല പ്രോഗ്രസ് ആണ് ചെയ്യാം. നമുക്ക് ബെഡ് ഉണ്ടാക്കാനുള്ള കൂള് കിട്ടി. ഇനിയും വേണം 2 കൂടെ. റവീൻ ഗൈസ്, റവീനാണിത്. റവീൻ എന്ത് വലുതാലേ, നല്ല വലിപ്പുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം. ഇനി ദൂരം നടക്കണം. നമ്മളെ ബേസിൻ്റെ അടുത്ത് അല്ല, നമ്മളെ സ്പോണിൻ്റെ അടുത്ത് തന്നെ ദൂരം ആകുമ്പോഴേ ഇതാണൊരു പ്രോബ്ലം. അത് ചത്തില്ല, ഹെഡിന് കൊണ്ടുവന്നില്ല. അപ്പം ചത്തു. ഒന്നിനും കൂടെ വേണം. ഇതിനും കൂടെ കൊന്നേക്കാം. നമുക്കുള്ള ആ ബോർഡും കൂടെ കിട്ടി. ഇനി വേണ്ടത് എന്താ വേണ്ടതെന്ന് വിചാരിക്കുമ്പോൾ മഞ്ഞ കളറ് 3 പൂവും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാവും. കാരണം കളർ ആണല്ലോ ബെഡിന്. എൻ്റെ ഫേവറേറ്റ് കളർ യെല്ലോ ആണ്. അതാകുമ്പോൾ ഒന്നുകൂടെ ബെസ്റ്റ് ആയിരിക്കും. ഫുഡും ഇല്ല. ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ ഞാൻ ഫുഡില്ലാതെ ചാവും മിക്കവാറും. 3 കട്ടേ ഉള്ളൂ. ഭക്ഷണം കൂടെ വേണം. ഇപ്പം 3 ഷീപ്പിനെ കൊന്നില്ല. അപ്പോൾ ഫുഡ് കിട്ടിയിട്ടുണ്ട്. കെട്ടി 3 ഫുഡ് കിട്ടിയാണ്. അപ്പോൾ വയറ് നിറയ്ക്കാനുള്ളതുണ്ട്. ബേസ് സ്റ്റോൺ അല്ലേ, ഇവിടെ ലാവ ഉണ്ടാവും. ഉറപ്പാണ് ഇവിടെ ലാവ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, മേളിലെ സ്റ്റോൺ ഉണ്ടെങ്കിൽ ലാവ ഉണ്ട്. ബേസ് ഈ സീഡ് എന്തായാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നെ വെച്ചിരിക്കുക. അപ്പം നിങ്ങൾക്ക് കൂടെ ഉപകാരപ്പെടും. എന്നാലും കമൻറ്റ് ബോക്സിൽ പിന്നെ ഈ സീഡ് നിങ്ങളും കൂടെ കളിക്കുക. ലാവേൻ്റെ അടുത്ത്, ബേസിൻ്റെ അടുത്ത് നല്ലതാണ് ബേസ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ അയൺ ഫാർമൊക്കെ ഉണ്ടാക്കുമ്പോൾ ലാവ കുറേ ആവശ്യമുണ്ട്. നമുക്ക് ഇവിടെ ആയിട്ട് നമ്മുടെ ടെൻ്റ് അടിക്കാം. ഓക്കെ, ഇതാക്കി. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വൂള് സെറ്റാക്കാം. ഒരേ കളർ 3 വൂളുണ്ടാക്കി ബെഡ് ഉണ്ടാക്കി നമുക്ക് നൈറ്റ് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ആ ജന്തുക്കളിൽ നിന്നൊക്കെ രക്ഷപ്പെടാം നമുക്ക്. ഇനി നമുക്ക് സ്മോക്കർ ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ, വുഡില്ല. വുഡ് ഒപ്പിച്ചിട്ട് സ്മോക്കർ ഉണ്ടാക്കാം. ചെസ്റ്റ് ഉണ്ടാക്കാമല്ലോ. ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും തോന്നുന്നു. ഉണ്ടാക്കാൻ പറ്റും. ഇത് വെച്ചിട്ട് നമുക്ക് ചെസ്റ്റ് ഉണ്ടാക്കാം ഗൈസ്. മാറിപ്പോയി. ഉണ്ടാക്കാൻ പറ്റും. എനിക്കറിയാലോ. നമുക്കറിയാത്ത എന്താ ഉള്ളത്. ഈ കച്ചറൊക്കെ ഇതിനുള്ളിൽ പറിച്ചേക്കാം. ഇത് നമുക്ക് നടണം ഗൈസ്. രാത്രി ആകുമ്പോൾ രാവിലെ പോയി നടണം. ഇപ്പം നടണം. ഇപ്പോൾ ഒരു ഫുഡില്ല. നമുക്ക് ഫുഡും കൂടെ കുക്ക് ചെയ്യാൻ വെക്കാം. ഓക്കെ. അങ്ങനെ വരുമ്പോൾ എന്താ പറയുക, നമുക്ക് ഉറങ്ങണം. ഫുഡ് കുക്ക് ചെയ്യണമെങ്കിൽ വുഡ് വേണം. വുഡുണ്ട്. 2 വുഡ് വെച്ച് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാം. നമുക്ക് ഉറക്കം വേണം ഗൈസ്. ഉറങ്ങണം. ഉറങ്ങാൻ പറ്റുന്നില്ല. എന്ത് കഷ്ടം അത്. ഉറങ്ങണം. രാത്രിയില്ല. വേഗം. സമയമില്ല. ഉറങ്ങ്. ഉറങ്ങി. ഓക്കെ.
ആ ഗൈസ് ഞാൻ കുറച്ച് ഐറ്റംസ് കളക്ട് ചെയ്യാൻ വന്നതാണ്. നിങ്ങൾക്ക് പടയെന്ന് തോന്നി, വേറെ ഒന്നല്ല, നമ്മുടെ സ്റ്റാർട്ടർ ബേസിന് വേണ്ടിയുള്ള ഐറ്റംസ് കളക്ട് ചെയ്യാൻ വേണ്ടി ജംഗിളിലേക്ക് വന്നതാണ്. കുറച്ച് ബാമ്പും ജംഗിൾ വുഡും കിട്ടി. പിന്നെ ഞാൻ ഷുഗർ കേനൊക്കെ നട്ടു വെച്ച് കഴിഞ്ഞു ഗൈസ്. ഞാൻ നിങ്ങളെ ലാഗ് അടിപ്പിച്ചില്ല. നടനൊക്കെ വെറും ബോറടി പരിപാടിയാണ്. ഇതൊക്കെ നട്ടു. പിന്നെ പോയി ഐറ്റംസ് കളക്ട് ചെയ്തിട്ട് വന്നു. നമ്മളെ വീട് വെക്കാനുള്ള ഐറ്റംസ് കളക്ട് ചെയ്തു. നമുക്ക് വലിയതായിട്ടൊന്നുമില്ല, ജസ്റ്റ് വീടൊന്ന് പണിഞ്ഞു തീർത്താൽ മാത്രം മതി. വീട് ചെറുതായിട്ട് ഞാനൊന്ന് എന്താ പറയുക, നമ്മളെ നമുക്ക് ഈ ബാമ്പു ഒന്നും നടാം ഗൈസ്. അതൊരു ഷേപ്പിൽ നട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, അത് ഷേപ്പിൽ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ബാമ്പു ഹാർവെസ്റ്റ് ചെയ്യണ്ടോ, നടുക്ക് നിന്നിട്ട് അങ്ങോട്ട് ഹാർവെസ്റ്റ് ചെയ്താൽ മതി, മൊത്തം കൂടെ ഒറ്റയടിക്ക് കിട്ടും. അങ്ങനെ ചെയ്യാം. നമുക്ക് സ്റ്റാർട്ടർ ബേസ് സെറ്റ് ആക്കണം. അങ്ങനെയുള്ള ഐറ്റംസാ ഈ സ്റ്റാർട്ടർ ബേസ് കഴിഞ്ഞു. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഇങ്ങനെയുണ്ട് ഒരു ചൈനീസ് മോഡൽ തട്ടിക്കൂട്ട് ചായക്കട പോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെ മതി. നമുക്ക് ഇനി കോപ്പർ ആർമർ സെറ്റ് ആക്കണം. കോപ്പർ ആർമർ സെറ്റ് ആക്കണം. ഓക്കെ, ഒരു മിനിറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്നാണ് യൂസ് ചെയ്യാൻ. തറയിൽ വേറെ ബ്ലോക്ക് വെക്കാനൊന്നുമില്ല, അല്ലെങ്കിൽ സ്ഥലം കുറവാണ്, നടക്കാൻ കൂടെ സ്ഥലം ഉണ്ടാക്കാതിരിക്കണ്ടല്ലോ. ചെസ്റ്റിൻ്റെ ഉള്ളിലും പിന്നെ ക്ലാസിക് ആക്കി, ആ കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ സാധനം ഹാർട്ടിൻ്റെ ഫുഡിൻ്റെ ഒക്കെ താഴേക്ക് വന്ന് വേറെ ഒന്നുമല്ല, ഞാൻ ക്ലാസിക് ആക്കി കഴിഞ്ഞു. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സെറ്റിങ്സ് കയറി ക്ലാസിക് ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയാവും. നമ്മളെ സംഭവമൊക്കെ ചെറുതാവും, കുട്ടിയാവും, എന്നാലും സാരമില്ല. ഒരു കാര്യം കാണിച്ചു തരാം. എങ്ങോട്ടെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ സംഭവമൊക്കെ ദേഹത്തേക്ക് ഒട്ടിപ്പിടിക്കും. സംഭവം ഇപ്പോൾ ഒന്ന് അപ്ഡേറ്റ് ആണ്, വേറെ ഒന്നല്ല, എന്താ പറയുക, ഇതാണ് ഇപ്പോൾ വന്ന മോജോങ്ങിൻ്റെ അപ്ഡേറ്റ് ആണ്. നമുക്ക് സാധനം വേറെ എങ്ങോട്ടെങ്കിലും നോക്കി ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റാവും. നമുക്ക് കുറച്ചും കൂടെ കോപ്പർ അങ്ങനെ ഗൈസ് നമ്മളെല്ലാം സെറ്റാക്കി, ടൂൾസായി. പിന്നെ വേറെ ചെറിയ സംഭവം ഉണ്ടായി. ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ചു, വീടിൻ്റെ പല കഷ്ണങ്ങളും പല മൂലയ്ക്ക് പോയി. ഞാൻ ഡയറക്റ്റൊക്കെ ഇവിടെ പോയി കിടക്കണുണ്ടല്ലേ, അതാണ്ടോ ഒക്കെ ഒന്ന് ക്രീപ്പർ പൊട്ടി ബ്ലാസ്റ്റ് ആയിരുന്നു. ഇവിടെ രാത്രി ഞാൻ ഉറങ്ങിയില്ല, പൊട്ടിച്ചത്തു. പിന്നെയും ഞാൻ വെച്ച് കിടന്നുറങ്ങി, ഒക്കെ പിന്നെയും വെച്ചതാണ് ഗൈസ്. ഡയറക്റ്റൊക്കെ വേറെ എങ്ങനെയൊക്കെ പോയി എടുത്തിട്ട് വന്നതാ. ഈ മൂലക്കത്തെ കഷ്ണമൊന്നും കാണാനില്ല, അത് പൊട്ടിപ്പോൾ പോയി ആ ബ്ലാസ്റ്റിൽ. പിന്നെ ഞാൻ കാര്യം പറയാൻ പറഞ്ഞു, ഞാൻ മൊബൈലിലാണ് കളിക്കുന്നത്, അതിനനുസരിച്ചുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നിങ്ങൾ പ്രശ്നം വരാം. നമ്മൾ എൻ്റെ ഒരു നല്ല PC ഇല്ല, PC വാങ്ങാം. അപ്പോൾ ഗൈസ് ഞാൻ നിർത്താൻ പോവാണ്, ഇനി ഒട്ടും സമയമില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഗൈസ് ഒട്ടും വീഡിയോക്ക് ലെങ്ത് ഇല്ല എന്നറിയാം, എന്നിട്ടും ഞാൻ അടുത്ത എപ്പിസോഡിൽ ഞാൻ ലെങ്ത് കൂട്ടാം ഗൈസ്. സോറി ഗൈസ്.